നിസ്സാരം 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 നമ്മളെ കൊണ്ട് പറ്റും ഒന്നുകൂടെ നിസ്സാരം. ഹലോ ഗൈസ്, യൂറോ വ്ളോഗ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് ലാഗോ ദി ബ്രേസ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇതെന്ന് പറയുന്നത് ഡോൾമൈറ്റ് മലനിരകൾക്ക് ഇടയിലുള്ള ഒരു ലേക്കാണ്. സമുദ്രനിരപ്പിൽ നിന്നും 1456 അടി ഉയരത്തിൽ ആണ് ഈ ലേക്കുള്ളത്. ഇതിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് 35 മീറ്റർ ഡെപ്തുണ്ട് ഇതിന്. എമറാൾഡ് ഗ്രീനാണ് ഈ ലേക്കിലെ വെള്ളത്തിൻ്റെ കളറ്. അപ്പം നമ്മൾ ഇന്ന് മുഴുവൻ ഇവിടെയാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു സ്ഥലത്ത് പോയിരുന്നു, വാൽവർത്തോ എന്ന് പറഞ്ഞിട്ട്. അത് പക്ഷേ കുറച്ച് വെള്ളച്ചാട്ടവും ഒക്കെ ആയിരുന്നു. സെയിം വെള്ളച്ചാട്ടമല്ല ഇത് ലേക്കാണ്. വളരെ മനോഹരമായ ലേക്കാണ്. അപ്പം നമുക്ക് ഇവിടെയുള്ള കാഴ്ചകളിലേക്ക് കിടക്കാം. അവർ താല്പര്യപ്പെട്ടില്ല. അങ്ങനെ ഈ സ്ഥലം ഇറ്റലിയുടെ കയ്യിലായി. ഇവിടെ ഇങ്ങനെ വരുന്നവരൊക്കെ ഇങ്ങനെ കല്ല് വയ്ക്കും. നമ്മുടെ ഇന്ത്യയിൽ ലഡാക്കിലൊക്കെ കണ്ടിട്ടില്ലേ, കല്ല് ഇങ്ങനെ മേലെ 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 കയറ്റി വയ്ക്കുന്ന ഇത്തരത്തിലുള്ള ഒത്തിരി ഉണ്ട്. ഇവിടെയുണ്ട്. പിന്നെ അങ്ങ് കുറേ സ്ഥലങ്ങളിലൊക്കെ വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ, ആ മലയിൽ നിന്ന് വരുന്നതുണ്ടോ, അങ്ങ് ദൂരെയുള്ള ആ മലയിൽ നിന്ന് വരുന്ന അരുവിയാണത്.
ഈ വെള്ളം ഇങ്ങനെ വന്ന് നേരെ ലേക്കിലേക്ക് പോകും. ലൈം സ്റ്റോണാണ് ഇത്, ലൈം സ്റ്റോൺ മുഴുവനും. ഈ കാണുന്നതൊക്കെ ലൈം സ്റ്റോണാണ്. ലൈം സ്റ്റോണിൻ്റെ മലയാണിത്. കണ്ടോ മീനുകളെ കണ്ടോ? ഇഷ്ടംപോലെ മീനുകളുണ്ട് ഇവിടെ. കണ്ടോ? നല്ല കുഞ്ഞു 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 മീനുകൾ. നോക്കി കുറേ നാൾക്കൊണ്ട് എന്താ പറ്റിയെന്ന് ചോദിച്ചത്, ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഭയങ്കര വളവും തിരിവായിരുന്നു ബസ്സിൽ. ആ വളവും തിരിവും കയറുന്നതിന് മുമ്പ് ഞങ്ങളൊരു കപ്പിച്ചീനോ കഴിച്ചു. പാതി കഴിക്കുക ഞാൻ ആ കപ്പിച്ചീനോ മുഴുവൻ പുറത്തേക്ക് റിജക്റ്റ് ചെയ്തു ബോഡിയിൽ. നിങ്ങൾ പറഞ്ഞു വരുന്നത് എന്താണെന്നറിയാമോ? ഞങ്ങൾ പബ്ലിക് ട്രാൻസ്പോർട്ടാണ് ഉപയോഗിച്ചത് വരാൻ വേണ്ടി. അപ്പോൾ വരുന്ന വഴിക്ക് ഇന്നലെ രാത്രി ഇറങ്ങിയതാണ്. എന്ന് വെച്ചാൽ ഒരു 2 മണിക്ക് ഇറങ്ങിയതാണ്. പകുതി വഴി എത്താനായപ്പം 1 മണിക്കൂറും കൂടെ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ എത്താനായപ്പോൾ. അപ്പോൾ അതിന് മുമ്പ് ഒരു സ്ഥലത്ത് നിർത്തി കോഫി കുടിച്ചായിരുന്നു. ആ കോഫി ഈ പാർട്ടി ഒരു ഉളുപ്പുമില്ലാണ്ട് ആ വണ്ടിക്കകത്തേക്ക് തട്ടി. ഒരു വണ്ടി വൃത്തികേടൊന്നും ആക്കിയിട്ടൊന്നുമില്ല. കവർ ഉണ്ടായിരുന്നോണ്ട് രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ അതെന്താ സംഭവിച്ചതെന്നറിയാമോ? ഈ ചുരം പോലത്തെ ടൈപ്പ് റോഡല്ലേ, ഇങ്ങനെ ഹെയർ പിൻ ആയിട്ടുള്ളത്. ഇങ്ങനെ വളഞ്ഞു വളഞ്ഞു വരുമ്പോൾ രാവിലെ എത്ര മണിക്കാണ് നമ്മൾ കപ്പിച്ചീനോ കഴിച്ചാൽ? 5 മണിക്കാ? 4 മണിക്കാണ്. 4 മണിക്ക് കപ്പിച്ചീനോ കഴിച്ചിട്ട് പിന്നെ ഈ ചുരം ഇങ്ങനെ കറങ്ങി കറങ്ങി വന്നപ്പോഴത്തേനും എനിക്കെന്തോ മനസ്സിലായി, സംഗതി എന്തോ പണി പാളിയെന്ന് മനസ്സിലായി. അപ്പോഴത്തേനും ഒരു കവർ ഉണ്ടായിരുന്നോണ്ട് രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ഞാൻ അവിടെ മുഴുവൻ കുത്തിയിരുന്ന് ക്ലീനാക്കേണ്ട വന്നത്. എന്തോ ഭാഗ്യം. എന്താ ചെയ്യാനാണ്? അതാണ് മുഖത്ത് ക്ഷീണം കാണുന്നത്. ഇപ്പൊ നോക്കുമ്പോഴാണെങ്കിൽ വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും എനിക്ക് ഗ്യാസ് കയറത്തുള്ളൂ. നമ്മുടെ കയ്യിലുണ്ട്, സ്നാക്സ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഇവിടെ ഒരു റിഫ്യൂജോ എന്നാണ് അതിന് പറയുന്നത്. ഈ മൗണ്ടൻസിലൊക്കെ കാണുന്ന ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ അതിന് റിഫ്യൂജോ എന്നാണ് പറയുന്നത്. ഒറ്റ റെസ്റ്റോറൻറ്റേ കാണുള്ളൂ അവിടെ. അപ്പം നമ്മൾ അവിടുന്ന് ഫുഡ് കഴിക്കാനാണെന്ന് വിചാരിക്കുന്നത്, ഉച്ചയ്ക്കത്തെ ഫുഡ്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് വിശപ്പ് വരുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സ്നാക്സും പിന്നെ വാട്ടറൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. എന്താ ഉള്ളത്? കിൻഡറിൻ്റെ ബോണുണ്ട്, പിന്നെ ബ്രെഡ് വാങ്ങിച്ചുണ്ട്. ബ്രെഡ് ഓർമ്മിപ്പിക്കല്ലേ? കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാകും. ബ്രെഡ് ഓർമ്മിപ്പിക്കല്ലേ പ്ലീസ്. അതുപോലെ തന്നെ വേറൊരു ബ്രെഡാണ് ഇപ്പം നമ്മൾ മേടിച്ചിരിക്കുന്നത്. കാരണം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറിയപ്പോൾ അവിടെ സാധാരണ ബ്രേക്ക്ഫാസ്റ്റിന് കപ്പുച്ചീനോയും ബ്രിയോഷുമാണ് കഴിക്കുന്നത്. പക്ഷെ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഞങ്ങൾ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. നമ്മൾ ക്യൂ നിന്ന് നമ്മുടെ ടേണായപ്പോഴത്തേനും ബ്രിയോഷ് മുഴുവൻ തീർന്നു. അവിടെ ഒരു ബ്രിയോഷില്ല. അപ്പോൾ നോക്കുമ്പോൾ അവിടെ ബ്രെഡും ഈ മീറ്റ് വെച്ച ബ്രെഡില്ലേ അത് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വാങ്ങിച്ച് ബസ്സിലെത്തിയിട്ട് നോക്കുമ്പോൾ കുറച്ച് വലിയ ബ്രെഡാണ്. അപ്പോൾ ബസ്സിൽ നിന്ന് കഴിക്കാൻ പറ്റുന്നില്ല. അപ്പം ഞങ്ങൾ പറഞ്ഞു നമ്മൾ നടക്കുന്നതിൻ്റെ ഇടയ്ക്കും എവിടെയെങ്കിലും ഇരുന്നിട്ട് നമുക്ക് കഴിക്കണം. എവിടെ സ്ഥലമുണ്ട് കഴിക്കുന്നോ? ഇവിടുന്ന് വേണേൽ കഴിക്കാം. കാരണം ചെറിയൊരു വിശപ്പ് ഇല്ലാതില്ല. അപ്പോൾ കഴിക്കുന്ന കഴിച്ചിട്ട് പോയാലോ? ഓക്കെ. അപ്പോൾ ഞങ്ങളപ്പോൾ ചെറിയൊരു ബ്രേക്ക് എടുക്കുകയാണ്.
കുറേ ലേസിൻ്റെ പാക്കറ്റും ഒക്കെ ആയിട്ട് കട്ടാലമ്പായിരിക്കും. ഇതങ്ങനത്തെ ഒരു പരിപാടിയില്ല. എല്ലാവരും എടുത്തുകൊണ്ട് കളയുകയും ചെയ്യും, എല്ലാം ചെയ്യും. നോക്കി എന്ത് ഭംഗിയാ നോക്കി. ഇതില്ല അതില്ലേ? Scusa, dove sono andate? ഞങ്ങൾ മെല്ലെ വന്ന് സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ലോസ്റ്റ് ആയിരിക്കുകയാണ്, വഴി തെറ്റി. ഇപ്പം നമ്മൾ ഡോറയെ വിളിക്കും. ഡോറ ഞങ്ങൾക്ക് മാപ്പ് കൊണ്ട് തന്നിട്ടുണ്ട്. ഇതാണ് മാപ്പ്, തുറന്നു നോക്കി. ായിരുന്നു കാണാൻ. ഇവരും അങ്ങോട്ടാ പോകുന്നത്. ഇപ്പോഴും നല്ല രസമാണ്. അല്ല, ഈ മാപ്പ് നോക്കിയിട്ടൊന്നും മനസ്സിലാവുന്നില്ലേ? ഇപ്പോഴാണ് ഇതാണ് പോയിന്റ്. പോയിന്റിന്ന് മുകളിലേക്ക് ഈ പോയിന്റാണ് ഇത് നമ്മള് പാർക്കിംഗ്. നമ്മളവിടുന്ന് ഇങ്ങനെ നടന്നു വന്നു. അതിലല്ല, റോസ്. റോസ്, ഓക്കെ. പിങ്ക് കൂടെ ഇങ്ങനെ നടന്നു വന്ന് ഇവിടെ എത്തി അല്ലേ? ഇനിയിപ്പം ഇവിടുന്ന് ഈ വഴി കയറി ഇങ്ങോട്ടല്ലേ പോണ്ടേ? ഇവിടെ എത്തുമ്പോഴാണ്, ഇവിടെയാണ് റിഫ്യൂജ് ഉള്ള ഹോട്ടലുള്ള. അപ്പം നമ്മൾ ഇതിലേ അല്ലല്ലോ പോകേണ്ടത്. അതിൽ പോയാൽ നമ്മൾ പാർക്കിംഗ് സെക്ഷനിലെത്തും. ഓക്കെ. അപ്പം നമ്മൾ കയറിയ വഴി കറക്റ്റാ. അവിടെ നിങ്ങൾ ഗൂഗിൾ മാപ്പ്. ഇവരൊക്കെ ഇപ്പോഴും മാനുവൽ മാപ്പാണ് ഉപയോഗിക്കുന്നത്. അത് നോക്കിയാൽ പോലും ഒരു തേങ്ങ മനസ്സിലാകത്തില്ല. പണ്ട് സ്കൂളിൽ മാത്രം മാപ്പും അറ്റ്ലസും അതും ഇതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് എങ്ങനെ ഇത് സംഭവം നേച്ചർ പാർക്ക് എന്നാണ് പറയുക. പക്ഷേ നമ്മൾ നേരത്തെ മാപ്പിൽ കണ്ട ഹോട്ടലാണിത്. കണ്ടോ? ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒരു ഹോട്ടലുണ്ടാവും, ഒരേ ഒരു ഹോട്ടൽ. ആ ഹോട്ടലാണ് ഈ ഹോട്ടൽ. ഇതിപ്പോൾ നമ്മൾ പറയാറില്ലേ, ആരും ഹെൽപ്പിനില്ലാത്ത സ്ഥലത്തൊരു മലയാളി ഉണ്ടാവുന്നു. അതുപോലെ ഒരു ഹോട്ടൽ ഓർക്കാത്ത സ്ഥലത്ത് തുറക്കുന്ന ഹോട്ടലാണ് ഈ ഹോട്ടൽ. കണ്ടോ? നല്ല കണ്ടോ? നേരത്തെ പറഞ്ഞില്ലേ, അത് മഞ്ഞുരുകിയിരിക്കുന്നതല്ല. അതിൽ നിന്ന് ഈ മലയിൽ നിന്ന് ഇങ്ങനെ പൊടി വരുന്നതാണ്. ലൈം സ്റ്റോണാണിത്. അപ്പോൾ അത് പൊടിയുന്നതാണ്. ഇതാണ്ടോ ഈ സ്വിറ്റ്സർലൻഡിലെ പശുവിൻ്റെ ഒക്കെ കഴുത്തിലുള്ള പോലെ മണിയുണ്ട് എന്നറിയാം. ഇതെന്നാ സാധനം? ജേഴ്സിയാണോ? നല്ല സുന്ദരനായിട്ടിരിക്കുന്നല്ലേ. ഇവിടെ ഇങ്ങനെ ഒരു പാലമുണ്ട്. ഈ പാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ കണ്ട അരുവിയില്ലേ, അതുപോലത്തെ ഒരു തോട് ഇതിലേ പോകുന്നുണ്ട്. ആ തോട് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നല്ല മഴയുള്ളപ്പോൾ നല്ല വെള്ളം ഉണ്ടാകും. കാരണം അതിൻ്റെ ഇത് കണ്ടോ, വീതി കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നല്ല ഇതില്ലേ.
ഇതാണ് ഹോട്ടൽ. ഒരു മലയുടെ താഴ്വാരത്തിൽ ഒരു ഹോട്ടൽ. ആളുകളൊക്കെ കൂടി തുടങ്ങി. എന്തെങ്കിലും കിട്ടിയാൽ കിട്ടിയെന്ന് പറയാം. സീറ്റ് കിട്ടുമോ നോക്കട്ടെ. ഒത്തിരി ആളുകൾ വരുന്നുണ്ട്, ഒത്തിരി ആളുകൾ. ഇന്ന് മതിയല്ലേ. ഇതാണ് ഇവിടുത്തെ മെനു. ഇതിൽ ആകെ കൂടെ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന ലൈക്ക് അസ് ഓൺ ഫേസ്ബുക്കിന് മാത്രമേ, ബാക്കി മുഴുവനും ജർമ്മൻ. പടം കണ്ട് ഓർഡർ ചെയ്യാൻ പോവാണ്. ഞാൻ ഒരു ബർഗർ പറയാൻ പോവാണ്. നീ എന്നാ പറയുന്നത്? ഓക്കെ, അപ്പോൾ ഗ്രീഷ്മ ഹംഗേറിയൻ ഗുളാഷ് സൂപ്പ് പറയാം. അങ്ങനെ ഞാൻ ഓർഡർ ചെയ്ത സാധനം വന്നു. ഇതാണ് ഒരു ബർഗറും പിന്നെ ഒരു ബിയറും. ഗ്രീഷ്മ ഓർഡർ ചെയ്ത സാധനം ഇതാണ്, ഹംഗേറിയൻ ഗുളാഷ്. റെഡി? ഹംഗേറിയൻ ഗുളാഷും കൊക്കക്കോളയും. ഞങ്ങൾ പണി തുടങ്ങട്ടെ. ഇത് കഴിഞ്ഞിട്ട് കാണാം. ബൈ. പള്ളിയാണ് ഇവിടുത്തെ. ഞങ്ങളിവിടെ ബോട്ടിങ്ങിന് വന്നതാണ്. ഇവിടെ കണ്ട ഒരുപാട് ബോട്ടുകളിങ്ങനെ പോകുന്നുണ്ടോ. ഞങ്ങൾ അതുപോലത്തെ ഒരു ബോട്ട് എടുക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. ഭയങ്കര തിരക്കാണ്. കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ ബോട്ടിങ്ങിൻ്റെ സ്ഥലത്തെത്തി. അവിടെയാണ്, അതാണ് കൗണ്ടർ. നേരെ അങ്ങോട്ട് കയറി പോകണം. അപ്പോൾ ഇതുപോലത്തെ ഒരു ബോട്ട് കിട്ടും. പിന്നെ നമ്മൾ നന്നായിട്ട് തുഴയണം. അതാണ് പരിപാടി. ക്യൂ ഉണ്ട് നന്നായിട്ട്. ഇപ്പോൾ കിട്ടും എന്നൊന്നും പ്രതീക്ഷയില്ല. നോക്കാം, ലെറ്റ്സ് സീ. ടിക്കറ്റ് എടുത്തു. 28 രൂപയാണ്. ആക്ച്വലി 18 രൂപയുള്ളൂ. ബാക്കി പൈസ തിരിച്ചു വരുമ്പോൾ അവർ തരും. ഇതാണ് ടിക്കറ്റ്. ഈശോയ്, എങ്ങനെയുണ്ട് പരിപാടി? എനിക്ക് മനസ്സിലാകുന്നില്ല. ബാക്കിൽ വണ്ടിയില്ലേ? ഇരിക്കൂലേ? നമ്മൾ ശരിക്കണോ അല്ലേ? ഇതില്ലേ 1/2 മണിക്കൂറില്ലേ? നമ്മളിവിടെ കളയും. ഡെഫിനറ്റ്ലി ഇവിടെ കളയും. അങ്ങോട്ടേക്കൊന്നും എത്താൻ പോകുന്നില്ല. I think so. ഓക്കെ, ഇങ്ങനെയല്ലേ? ഇങ്ങനെ പരിപാടി. നമ്മൾ തിരിച്ചെത്തോ? ആ, ഇതാ അത് പഠിക്കട്ടെ, സംഭവം പഠിക്കട്ടെ. ആ ഓക്കെ, ഇപ്പം ശരിയാവും. ആ, സംഭവം കിട്ടി. കിട്ടി മോനെ, കിട്ടി. ബാക്കിൽ വണ്ടിയുണ്ട്.
കിട്ടി മോനെ കിട്ടി. ഹൗ രണ്ടും ഒരേ ടൈമിൽ ഇങ്ങനെ ആക്കണം. ഗ്രൂപ്പിൽ ഒക്കെ ഉണ്ടായിരുന്നല്ലോ. ഒരു ഫോട്ടോ ഇല്ല. വണ്ടി ഇത് എങ്ങോട്ടാ പോണെന്ന് പറയണ്ടേ. എന്ത് ബോട്ട് ഇത് എങ്ങനെയാണ് പരിപാടി മനസ്സിലാവണില്ല. പറഞ്ഞ ഇങ്ങോട്ട് വരുന്നു. ഇങ്ങോട്ട് അവന് തൊഴയാൻ അറിയുന്നേ. ഇങ്ങനെയാ. ഇങ്ങനെയാണ് ചിരിക്കുന്നത്. സംഭവം കിട്ടി. ഇപ്പം കറക്റ്റായിട്ട് കിട്ടി. ഇങ്ങനെയാണ് ഇത് ചിരിക്കുന്നത്. പഠിച്ചു മോനെ, പഠിച്ചു, പണി പഠിച്ചു. ഇനി കുഴപ്പമില്ല. ഓക്കെ. നേരത്തെ എന്താ കാണിച്ചേ? മുന്നോട്ട് പോകാൻ എന്ത് ചെയ്യും? വൻ കോമഡിയാണുള്ളത്. നമ്മളിവിടെ കിടന്ന് കറങ്ങിട്ട് വരുമോ? ഞാൻ പറഞ്ഞതല്ലേ തുഴയുന്ന അവനെ വിളിക്കാന്ന്. ഇങ്ങനെ ഒന്ന് കറങ്ങുള്ളല്ലേ? എങ്ങനെ പോവാ? ബാക്കിലേക്ക് സെയിം പ്രോസസ്സ് ബാക്കിലേക്ക് പോവാം. ഓക്കെ, ഇങ്ങനെയല്ലേ? അല്ല ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പോൾ ഓക്കെ നമ്മളിവിടെ കിടന്ന് ഇങ്ങനെ കളിക്കുന്നു വയ്ക്കാം. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നമ്മളെങ്ങനെ അവിടെ എത്തും? വേണമായിരുന്നോ പരിപാടി? ഇതിൻ്റെ വൻ ഷോപ്പായി സംഭവം. വൻ ഷോപ്പായി. അല്ല, ഒരുത്തരം തുഴയുന്ന കാണുന്നില്ലല്ലോ. അതാണ് എനിക്ക്. ഇത് ഇരിക്കേണ്ട സ്റ്റൈലൊക്കെ ഇങ്ങനെ തന്നെയാണോ? ഇങ്ങനെയാ? ഇങ്ങനെ തുഴ. അതിങ്ങോട്ട് ഇങ്ങനെ ആക്കുന്നല്ലേ? ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ആക്കും. കോട ആയല്ലോടി മൊത്തത്തിൽ. എല്ലാവരും നമ്മളെ നോക്കുന്ന എൻ്റെ പൊന്ന് ഗൈസ്, നമുക്ക് ഈ പരിപാടി അറിയില്ല. അത് തന്നെ, ഇത് വൻ കോമഡി. ഇതിപ്പോൾ എങ്ങനെ അങ്ങോട്ട് പോകും? ഇത് കഴിഞ്ഞു. ഭർത്താവേ, അടുത്ത ആൾക്ക് കൈമാറിയിരിക്കുകയാണ് ബാറ്റൺ. പോകുന്നുണ്ടോ തോന്നല്ലോടി? വേറെന്തോ പരിപാടിയാണ്. അവിടെയാണ് ഇരിക്കണ്ടേ? അവനത് അവിടെ ഇരിക്കുന്നത്. അവനിങ്ങനെ ഇരിക്കുന്നത്. പിടിച്ചേ. നമ്മൾ അവിടെ നിന്നാണ് തുടങ്ങിയത്. അവിടുന്ന് കുറച്ച് കറങ്ങി നിന്നെങ്കിലും പിന്നെ പണി പഠിച്ചു. അപ്പോൾ ഇതാ ഇത്രയും ദൂരത്തി
ഉണ്ടോ? ഇതാണ് നമ്മുടെ ബോട്ട്. ഇപ്പോൾ കുറച്ച് നേരത്തേക്ക് ഞാൻ ബാറ്റൺ സാറിൻ്റെ കയ്യിൽ കൈമാറിയിരിക്കുകയാണ്. വളരെ കഷ്ടപ്പെട്ട് തുഴയുന്ന ഗ്രീഷ്മ. വളരെ കഷ്ടപ്പെട്ടെന്നല്ലേ, എനിക്ക് നന്നായിട്ട് അറിയാം. ഇത്ര നേരം കൊണ്ട് ടെക്നിക്ക് പഠിച്ച് ഞാൻ എപ്പിസോഡ് ഇവിടെ തീരുവാണ്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഈ എപ്പിസോഡിൽ ചെറിയ ലാഗ് ഉണ്ടാവും, ക്ഷമിക്കണം. കാരണം ഞങ്ങൾ അത്ര ദൂരം നടന്നിട്ടാണ് ഇവിടെ പോയിട്ടുള്ളത്. അത്ര മനോഹരമായ സ്ഥലമാണ്. അതുകൊണ്ട് എനിക്ക് ഒരു ഷോട്ടും ഒഴിവാക്കാൻ പറ്റത്തില്ല. അപ്പോൾ ലൈക്ക് ചെയ്തിട്ടില്ലാത്തവരൊക്കെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ശരി, ഇനിയിപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നവരേക്കും ബൈ, സീ യു.